വളരെ മനോഹരമായ വീടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ട അങ്ങനെ ചക്രവാളങ്ങൾക്കപ്പുറത്ത് സൂര്യഭഗവാൻ മറയുന്നു, അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നു. പക്ഷെ അതിനൊന്നല്ല നമ്മൾ ഇങ്ങോട്ട് കയറിയത്. ടെൻടടാൻ. ഹായ് രഘുവേട്ടാ. രഘുവേട്ടൻ നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ടല്ലോ, കുറച്ച് ദിവസമായിട്ട് എന്ത് ചെയ്തിട്ട് എത്ര വലിയ ചൂടുണ്ടായിട്ടും വെയിലുണ്ടായിട്ടും ഒരു രക്ഷയില്ല, വെള്ളത്തിന് ചൂടില്ല. അപ്പോൾ ഇത് കഴുകുക. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞു ഇതുമ്മ നിറച്ച് പൂപ്പലാണ്, പൂപ്പൽ വന്ന ഈ സാധനം ചൂടാവില്ല, അത് കാരണം നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊന്ന് കഴുകൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുന്ന രഘുവേട്ടനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആക്ച്വലി അതിൻ്റെ ഒരു നീല കളറാ, അതിങ്ങോട്ട് പുറത്തേക്ക് തരണം. കണ്ട, ആഹാ കണ്ടാ, ബാക്കിലേക്ക് ഒരു അല്പം പോലും നീങ്ങണ്ടാട്ട രഘുവേട്ടാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് തന്നെ രഘുവേട്ടനോടൊപ്പമാണ്. രഘുവേട്ടൻ കാലത്ത് തന്നെ വന്നിട്ടേ നമ്മുടെ ഈ ഒരു വാട്ടർ ടാങ്ക്, അതായത് സോളാർ ഹീറ്റർ ഉണ്ടല്ലോ, വാട്ടർ ഹീറ്റർ, അതുമ്മ ഇങ്ങനെ പൂപ്പൽ വന്നിട്ട് അതൊന്ന് വൃത്തിയാക്കാം. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും സെയിം പ്രോബ്ലം ഉണ്ട്, ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതുമ്മ പൂപ്പായി പിടിച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ വെള്ളം തീരെ ചൂടാവില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടോ, നല്ല തിളച്ച വെള്ളമാണ് അല്ലെങ്കിൽ വരിക, ഇച്ചിരി വെയിലുണ്ടായാലും വെള്ളം വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ ഇല്ല, അത് കാരണം നമ്മൾ നമ്പുന്നത് ഇതിനെയാണ് കേട്ടോ. പിന്നെ ഒരു 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 പോരായ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ കുളിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ അതൊരു വിനയായിട്ട് മാറും, എപ്പോഴും ചൂടുവെള്ളം വേണ്ടി വരും. അങ്ങനെ രഘുവേട്ടൻ വളരെ വിദഗ്ധമായി ഏറ്റവും മുകളിൽ 3ാമത്തെ നിലയിൽ നിന്നിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് തരുന്നത്. അത്ര ഹൈറ്റിൽ അത് ഇരിക്കണതേ. തിളങ്ങണ്ടല്ലോ രഘുവേട്ടാ. നാളെ തൊട്ട് ചൂടുവെള്ളം കൂടെ ഒലിക്കും, നമ്മുടെ ചൂടുവെള്ളം ഒഴുകും നമ്മുടെ പൈപ്പിൽ കൂടെ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നം ആരെങ്കിലും അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഉടനടി നമ്മുടെ വാട്ടർ ഹീറ്ററിന്റെ ആ സോളാർ സിസ്റ്റം അതങ്ങോട്ട് ഒന്ന് ക്ലീൻ ആക്കി വെക്കുക, അടിപൊളിയാക്കി വെക്കുക. ഒരു നീല കളറിലാണ് അതിരിക്കുക. ഇത് നമ്മുടെ വീടിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല്ലൂര് മൊത്തം അങ്ങോട്ട് കാണാം. വല്ലൂര് മാത്രമല്ല, അങ്ങ് അറ്റത്ത് കള്ളായിയും അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്ത് നടാപാടും തൊട്ടപ്പുറത്ത് മരോട്ടിച്ചാലും ഒക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇതോടൊപ്പം ഞാൻ 1-2 നമ്മുടെ ഓണം റീലുകൾ ഷെയർ ചെയ്യട്ടെ കേട്ടോ. റീലായിട്ടല്ല, നമ്മൾ റീലിന് വേണ്ടിയിട്ട് എടുത്തതാണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. ഈ ഒരു പേജ് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ആ കൊച്ചിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 2-3 ഓണം ലുക്ക് ചെയ്തായിരുന്നല്ലോ, അതിലത്തെ ബ്ലൗസുകൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു കേട്ടോ, എവിടുന്ന ശ്രീ മേടിച്ചതെന്ന്. അപ്പോൾ നമ്മൾ ഈ ബ്ലൗസുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നാണ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ആമസോണിൽ മാത്രമല്ല, മിന്ത്രയിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ ടാഗ് ചെയ്തതിലുണ്ട്, അബി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്, നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇടുമ്പോൾ തന്നെ എൻ്റെ സൈസ് വരുന്നത് 32-34 അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, നമ്മുടെ ബ്രായുടെ സൈസിനനുസരിച്ചിട്ട് തന്നെയാണ് ബ്ലൗസ് എടുക്കുന്നത് കേട്ടോ, സ്ട്രെച്ചബിൾ ആയ കാരണം കൊണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പൊട്ടിൻ്റെ പാക്കറ്റ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, ഇത് എവിടുന്ന് ശ്രീ മേടിച്ചതെന്ന്, ഇങ്ങനത്തെ പൊട്ടിൻ്റെ പാക്കറ്റ്. ഇത് നമ്മൾ ഒരുപാട് പൊട്ടിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് മിഠായിയുടെ വലിയൊരു ചെപ്പില്ലേ, അതിൽ ഇട്ടതാണ് കേട്ടോ. ഈ സാരി എവിടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഒരു ലുക്കും കൂടെ കാണിക്കുന്നുണ്ട്, അതിലത്തെ സാരി ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ ഇപ്പോൾ വലുതായപ്പോൾ ശ്രീകുട്ടനാണ് എനിക്ക് സാരിയുടെ മറ്റേ നമ്മുടെ പല്ലൊക്കെ കുത്തിത്തരുന്ന ആൾ കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുമ്പോൾ ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ ശ്രീ എന്ന് പറയാറുണ്ട്. ആക്ച്വലി ഞാൻ മറന്നു പോകുന്നതാണ്. ഒക്കെ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ലുക്കായിരുന്നത്. 2ാമത്തെ ലുക്ക് ഒരു പുളിയിലക്കര മുണ്ടാണ് കേട്ടോ. പുളിയിലക്കര മുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറെ ആൾക്കാർ പറഞ്ഞു മുടി അഴിച്ചിടുമ്പോഴാ ഭംഗി, കുറെ ആൾക്കാർ പറഞ്ഞു മുടി കെട്ടി വയ്ക്കുമ്പോഴാ ഭംഗി. ഇതിപ്പോൾ ഒന്നും അല്ലാത്തൊരു ലുക്കിൽ ഫൈനലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പറയും, നിങ്ങൾ എന്തിനാണ് ശ്രീ ഇത് ചെയ്തതെന്ന് ചോദിക്കും ചിലർ പറയും അടിപൊളിയായിട്ടുണ്ടടാന്ന് പറയും. ആക്ച്വലി നമ്മൾ പുളിയിലക്കരയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വലിയൊരു ബാങ്കിളാണ്, കട പോലത്തെ ബാങ്കിൾ. മാല ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, 2 ഒന്നാണല്ലോ എന്ന്. പിന്നെ വലിയൊരു ജുംക്ക് എടുത്തിട്ടുണ്ട്. ഈ സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് കേട്ടോ ബ്ലാക്ക് ബ്ലൗസ്. നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ ഇടുന്നത് ഇതിന്റെ തന്നെ. കയ്യിൽ ഈ ഒരു എന്താ പറയുക, നെറ്റ് മെറ്റീരിയൽ വരാത്ത രീതിയിലുള്ള ഒരു ബ്ലൗസാണ് ഇടാറുള്ളത്. ഭയങ്കര സുഖമാണ് കേട്ടോ തൊട്ടിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കുറച്ചും കൂടെ ആർഭാടൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലൗസ് നിങ്ങൾക്ക് ഒന്ന് മാറ്റി പിടിക്കാം. ഞാൻ കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് വേറെയും
ഡാൻസിൻ്റെ ഒപ്പമൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ മാറ്റി പിടിക്കാതിരുന്നത്. ഇതാണ് നമ്മുടെ പുളിയിലക്കര ലുക്ക് എന്ന് പറയുന്നത്. കയ്യിൽ കുറച്ച് കുപ്പികളൊക്കെ ഇട്ടിട്ടൊരു നാടൻ ലുക്ക് പിടിച്ചിട്ടുണ്ട്. മുടി കെട്ടി വെക്കുമ്പോൾ ഒരു അമ്മച്ചി ലുക്കാന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു കുറി എവിടുന്ന ശ്രീ മേടിക്കണേന്ന്. ഈ കുറി നമ്മൾ മേടിക്കുന്നത് എനിക്ക് റപ്പായേട്ടൻ കൊണ്ടുവന്ന് തരുന്നതാണ്. നമ്മുടെ ഷോപ്പിലുള്ള റപ്പായേട്ടൻ കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇത് ഞാൻ ഇതുവരെ കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. ആമസോണിൽ അവൈലബിൾ ആണ്, പക്ഷെ ഭയങ്കര വിലയാണ്. എനിക്കിതിൻ്റെ ഒറിജിനൽ വില അറിയില്ല. RCMൻ്റെ പ്രൊഡക്റ്റ് ആണ്, ഇപ്പോൾ അവൈലബിൾ അല്ല. ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ മുണ്ട അടിപൊളി മുണ്ടാണ് ഇടാ, നല്ല നീളമുണ്ട്. ഇതേ കണ്ടോ, ഇത്രയും പല്ലു എനിക്ക് ബാക്കിയാ. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടിസ്റ്റ്. അപ്പോൾ ടിസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പതുക്കെ ചാടി പുറപ്പെട്ടു പോയാലോ. അങ്ങനെ നമ്മൾ മുടി വെട്ടാൻ കുറേ നാളത്തെ പ്രയത്നത്തിന്, കുറേ നാളത്തെ എൻ്റെ എന്താ പറയുക കാത്തിരിപ്പിന് ശേഷം അങ്ങനെ മുടി വെട്ടാൻ പോവാം. കാത്തിരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ട് മുടി വെട്ടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്നെ മറ്റേ ഇരുമ്പോണ്ട് ഉണ്ടാക്കിയതാ ഭാഗ്യം പറയാറ്. ഞാൻ എന്തോരം ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല, കുറയണമൊന്നുമില്ല. കൂടി വന്ന് 1-2 കിലോ കുറയും, അതിൽ വിട്ട് കുറയണേ ഇല്ല. അപ്പോൾ എൻ്റെ നേരിൽ കാണുന്നത് പറയുന്നത് ഞാൻ ഭയങ്കര സ്ലിമ്മാണ്. ഇതിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഇത്തിരി തടിയുള്ളതെന്നാണ് പറയുന്നത്. കമ്മിയൂടാ, എന്തായാലും തടി ഉണ്ട് ഞാൻ. അപ്പോൾ ഫാറ്റ് ലോസ് നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നി. അപ്പോൾ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, ഒരു ഭയങ്കര വണ്ടി സ്റ്റാർട്ടാക്കി എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ വെച്ചിട്ട് നമ്മളിന്ന് മുടി വെട്ടാൻ പോവുകയാണ് ഗൈസ്. ഞാൻ എന്തോരം വെട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് വി ആർ ഗോയിങ് ടു കട്ട് അവർ ഹെയർ ഫൈനലി. എൻ്റെ ആക്ഷൻസ് ഒക്കെ ഇച്ചിരി ഓവറാണ്. ഇപ്പം അതൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ടല്ലേ. ടൈപ്പ് ചെയ്തോ കുഴപ്പമില്ല. എനിക്ക് തന്നെ തോന്നാറുണ്ട് ചില നേരത്തെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത്തിരി ഓവറാണല്ലോ. പിന്നെ വിചാരിക്കും ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ എന്നാണ് നമ്മുടെ എന്താ പറയുക ദിലീപേട്ടൻ വരെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി വന്നിരിക്കുന്നത് നിശ്ചയിച്ചിൻ്റെ അടുത്താണ്. ഇതാണ് എൻ്റെ നിശ്ചയിച്ച്. ഹൈ പറയും നിശ്ചയിച്ച്. നിശ്ചയിച്ചിനെ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് 10-15 കൊല്ലേ. കാരണം നമ്മുടെ വീടിന്റെ മണ്ണമ്പേട്ട നമ്മുടെ വീടിന്റെ അടുത്താണ് ചേച്ചിയുടെ വീട് കേട്ടോ. ഞാൻ പുരികം ത്രെഡ് ചെയ്ത് തുടങ്ങിയത് നിശ്ചയിച്ചിന്റെ അടുത്താന്ന് തോന്നുന്നു. അത്രയും നാളായി നിശ്ചയിച്ചിനെ കണ്ടുപിടിച്ചിട്ട്. ആ അതന്നെ, പണ്ടൊന്നും വീഡിയോയില് വരില്ലായിരുന്നു കേട്ടോ. എനിക്കും നീ പോയേന്ന് അതാ ആദ്യം പറയാം. പക്ഷെ ഇപ്പൊ ആള് കുറച്ചും കൂടെ മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ നിശ്ചയിച്ചാണ് എനിക്ക് മുടി വെട്ടാൻ പോണതും മുടിയുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും മുടി എങ്ങനെയാ വെച്ചാൽ കട്ട് ചെയ്യണം? നമ്മള് DPO അല്ല പറഞ്ഞത് ചെയ്യാം. നമുക്ക് കട്ട് ഷോർട്ട് ഹെയർ ആക്കണം എന്നാണ് പറയണത്. അപ്പൊ അതുപോലെ ഷോർട്ട് ഹെയർ ആക്കി കൊടുക്കാന്ന് വിചാരിച്ചിരുന്നു. ഷോർട്ട് ഹെയർ ആക്കിയിട്ട് കാണാട്ടോ നമുക്ക്. അല്ല ഇത് ചെയ്താൽ നമുക്ക് നമ്മളിപ്പോ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 15 ദിവസം കഴിയുമ്പോ നമുക്ക് ചെയ്യാം. അങ്ങനെ എൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള നിശ്ചയിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശീലിച്ച് ഇവർ രണ്ടുപേരാണ് എൻ്റെ മുടിയുമ്മ പണിയാൻ ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ എന്തെങ്കിലും പ്രൊമോഷൻ വർക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെട്ടിക്കലാണ് പതിവ്. എന്നെ സംബന്ധിച്ചിടത്തോളം മുടി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമില്ല കേട്ടോ. കാരണം ഒന്നില്ലെങ്കിൽ ഷോർട്ട് ഹെയർ അല്ലെങ്കിൽ പിന്നെ നല്ല മുള്ളൊക്കെയുള്ള ഹെയർ, ഇത് രണ്ടും എനിക്ക് വരാത്ത കാരണം കൊണ്ട് ഞാൻ എപ്പോഴും ഒരു മീഡിയം മെയിൻറ്റെയിൻ ചെയ്യാറാണ് ശ്രമിക്കാറ്. പക്ഷെ ഇന്ന് നമ്മളിതും ഒരു താജ്മഹൽ പണിയും ഒരു മാറ്റം ആരും ആഗ്രഹിക്കാത്തത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കട്ട് ചെയ്യാൻ എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞില്ല മുടിയില് ഇവിടെയൊക്കെ കുറേ മുടികൾ ഇങ്ങനെ നിശ്ചയിച്ചിട്ട് കരവിരുത് കാണാത്തപ്പോ നിശ്ചയിച്ച് കമോൺ റൊമാശേ നിശ്ചയിച്ച് മുടി വെട്ടില്ല. നിശ്ചയിച്ച് മുടി വെട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ദൈവമേ ഞാനൊന്നും വെട്ടില്ല എന്റെ മുടി എന്ന് പറയും. അങ്ങനെ എന്റെ മുടി എന്നല്ല, മുടി നീളം കുറയ്ക്കാനേ ആൾക്ക് താല്പര്യമില്ല. പിന്നെ നിശ്ചയിച്ച് പിന്നെ നമ്മള് കൊറേ മീൻസ് ഈ മുടി വെട്ടി കളഞ്ഞ വളരാനുള്ള സമയം ആലോചിച്ചിട്ടാണോ നിശ്ചയിച്ചത്? അതല്ല, ഞാൻ പൊതുവെ എനിക്ക് മുടി കുറവായ കാരണം പൊതുവെ എനിക്ക് മുടി വെട്ടി കളയുന്നത് വലിയ താല്പര്യമില്ല. നന്നായി കയറ്റി വെട്ടിക്കോ എന്ന് പറഞ്ഞിട്ടാണ് നിശ്ചയിച്ച് മുടി അത്രയെങ്കിലും വെട്ടി കളഞ്ഞത് കേട്ടോ. അത്രയും മുടി വളരാനായിട്ട് ഏകദേശം 1.5 വർഷമൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും നമുക്ക് ഷോർട്ട് ഹെയർ വരുമ്പോൾ ഷോർട്ട് ഹെയർ എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫ് ലോങ്ങിൽ ഈ ഒരു ജീവിതത്തിൻ്റെ ഉള്ളിൽ നമ്മളെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടത്താൻ പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കണമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. മുടി വെട്ടേണ്ട കാര്യം പിന്നെ ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറൊന്നുമില്ല കേട്ടോ. എൻ്റെ മുടി വെട്ടട്ടെ, മുടി അവിടെ വെച്ച് വെട്ടട്ടെ, അവിടെ വെച്ച് വെട്ടട്ടെ എന്ന്. അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ എൻ്റെ മുടി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെട്ടും, ആ ഒരു മൈൻഡാണ് എനിക്ക്. അപ്പോൾ നിശ്ചയിച്ച് പറഞ്ഞു നീ വെട്ടണ്ടടി എന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ലുക്കൊക്കെ വേണം ചേച്ചി തന്നപ്പോൾ ചേച്ചിയും കൺവിൻസ്ഡ് ആയി വെട്ടി തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇത്രയുണ്ട്. പൂനെയിൽ പഠിക്കുമ്പോൾ ഇത്ര മുടി ഉണ്ടായിരുന്നുള്ളൂ. വളരും. കൊള്ളാമോ?
അപ്പോൾ മുടി മൊത്തത്തിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ സ്ട്രെയിറ്റ് ക്രീമൊക്കെ പുരട്ടി ഫൈനലി ഇതാ ഈ ഒരു കോലത്തിൽ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി. ഇത്ര നാൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിനി പതുക്കെ വീട്ടിൽ പോയിട്ട് എല്ലാവരെയും കാണിക്കാം. വന്ന ലുക്കും വേറെ ലുക്കും വേറെ ഡിഫറെൻ്റ് ആയില്ലേ. താങ്ക് യു. എക്സാക്ട്ലി വേറെ ലുക്കായി. എങ്ങനെയുണ്ട്? എൻ്റെ മുഖത്തിന് വലുപ്പം കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? നമുക്ക് ഭാഗ്യനോട് ചോദിച്ചോ കേട്ടാ. ഭാഗ്യം എന്നെ കാണുമ്പോൾ ഞെട്ടും. അങ്ങോട്ട് പോണ് കണ്ടായിരുന്നു, പിൻഭാഗം കണ്ടുള്ളൂ മുതലെന്ന് വിചാരിച്ചു. ചുമ്മാ ഇല്ല, ഈ കടയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോണ്ടായില്ലേ? ഞാനന്ന് മനസ്സിലായിണ്ടാവില്ല അല്ലേ? ഇല്ല, പെട്ടെന്ന് മനസ്സിലായില്ല. ബാക്ക് ഭാഗം കണ്ടുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഞാൻ കൊണ്ടുവിട്ട സാധനത്തല്ലല്ലോ നടന്നല്ലേ. ഭംഗിയുണ്ടാ? മുടി വെട്ടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും 2 ദിവസത്തേക്ക്. അതും അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, എന്റെ ദൈവമേ പിന്നെ പറയണ്ട. ഈ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് എന്റെ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ശ്രീകുട്ടനെ കാണിച്ചാലോ? മുട്ട പൊട്ടിക്കല്ലേ? എങ്ങനെയുണ്ട്? അല്ല എങ്ങനെയുണ്ട് പറയേ? കുഴപ്പമില്ല എന്നുള്ള ഭംഗിയില്ല. ഡോറ ചിക്ചി ചിക് ചിക്ചി ഡോറ ചിക്ചി ചിക് ചിക്ചി ഡോറ അങ്ങനെയുണ്ട്. ഹലോ പറയടാ ചേച്ചിയോട്. ഒരു അത്ഭുതം കാണിച്ചാലാട്ടാ. എങ്ങനെയുണ്ട് ഏട്ടനോ? മുടി വെട്ടിയാള് കാട് മല ഡോറയുടെ വീട്. എങ്ങനെയുണ്ട്? നല്ലതാ. അല്ലേ ഫ്രണ്ടിലൊന്നും വെട്ടിയിട്ടില്ല, അതുകൊണ്ടല്ലേ അതങ്ങനെ മുടി ഇട്ടേക്കണ തോന്നണതാ. അതങ്ങനെ തോന്നണതാ. ഒപ്പല്ല വെട്ടിയിട്ടുള്ളോ? ഒപ്പല്ല, യു കട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് പറയും. സൂപ്പറായിട്ട് നല്ല രസമുണ്ട്. സൽവോടെ പറയാം അടുത്ത ആൾക്ക് ഇപ്പൊ വെട്ടാൻ മുട്ടുണ്ട്. സൂപ്പറായിട്ട് മമ്മനെ വിളിക്കട്ടെടാ. കഴിച്ച അച്ഛന് അപ്പയ്ക്ക് അമ്മയ്ക്കും കാണിച്ചു കൊടുത്തു. മമ്മയ്ക്ക് കാണിച്ചു കൊടുക്കട്ടെ, പപ്പയ്ക്കും. നമ്മ കണ്ടിട്ടില്ലേ? കിട്ടും. ടാറ്റ. മോനെ മുടി എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില് കാണാൻ. കുറച്ച് നാളങ്ങനെ നടക്കും. കുറച്ച് നാളിന് ഇങ്ങനെ നടക്കാല്ലേ? അല്ല കുഞ്ഞന്റെ അവന്റെ ചുറ്റ് പൊളിച്ചുണ്ട്, സൂപ്പറായിട്ട് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ മുടി തീറ്റിയില്ലാണ്ടായി. ആരും പറഞ്ഞേ മുടി വെട്ടിയത് ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. ഈ ലുക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ഇഷ്ടമുള്ളവരും ഉണ്ടാവും. കാരണം എന്നെ ഇങ്ങനെ കുറേ നാളായിട്ട് കാണുന്നവർക്ക് ഒരു നാടൻ ലുക്ക്, എൻ്റെ ഒരു നാടൻ ലുക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ കുറച്ച് മാറുമ്പോൾ സ്ത്രീക്ക് ഒരു മാറ്റം ആവശ്യമാണെന്ന് പറയുന്ന ചേച്ചിമാരുണ്ട്. അപ്പോൾ എന്നും ഒരുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ബോറടിക്കില്ലേ? എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമല്ലോ. നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയ കാര്യങ്ങൾ നമ്മുടെ മുടി, നമ്മുടെ ബോഡി സ്ട്രക്ചർ ഒക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ തൊട്ടപ്പുറത്തെ കടയ്ക്ക് നിശ്ചയിച്ചിട്ട് ഒരു ഫാൻസി ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ പാലപ്പൂവിൻ്റെ കുറേ ക്ലിപ്പുകൾ. കുറേ ഉണ്ടായിരുന്നു, 10-300 രൂപയ്ക്ക് മേടിച്ചു. ഇത് വെറും 5 രൂപയുടെ ക്ലിപ്പുകളാണ്
ക്ലിപ്പുകളാണ് കേട്ടോ. ഇതിൽ ശരിക്കും പാലപ്പൂ പോലുള്ള ക്ലിപ്പ് ഉണ്ട് കണ്ടോ. അത് മാറ്റ് ഫിനിഷും ഉണ്ട്, ഗ്ലോസി ഫിനിഷും ഉണ്ട്. ഇപ്പം മുടി വെട്ടിയപ്പോഴാണോ ഇതൊക്കെ മേടിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, മേടിച്ചു എന്ന് മാത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു എന്തൊക്കെ എവിടെയൊക്കെ കുറവുള്ള നമ്മുടെ കിലുക്കത്തിലത്തെ രേവതിയുടെ ഒരു 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 ഫീൽ നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ആക്ച്വലി ഞാൻ അതാണ് കേട്ടോ. ഒരു ചെറിയൊരു ഒരു 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 എൻ്റെ സർക്കിളിൽ വരുമ്പോൾ ഞാനൊരു രേവതി ലുക്കാണ്, അല്ലെങ്കിൽ രേവതി അപ്പിയറൻസ് ആണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് കുറച്ചും കൂടി ബോൾഡ് ആവുന്നതും ബാക്കിയുള്ള ബോൾഡ്നെസ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കുട്ടിയുണ്ടല്ലോ കേട്ടോ, ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും നമ്മൾ മെച്ചുവേർഡായിട്ട് അഭിനയിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഒരു സോണിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളായിട്ട് മാറാറുണ്ട്. ആ ഒരു സ്വഭാവം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ ഇതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ഒരു കുട്ടിത്തത്തിലേക്ക് അങ്ങോട്ട് വഴുതി വീണു. അപ്പോൾ ഇത് പലതരത്തിലുള്ള ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ പല വലുപ്പത്തിലുള്ളത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. 20 രൂപയാണ് കേട്ടോ ഏറ്റവും വില കൂടിയ ക്ലിപ്പിനായിട്ടുണ്ടായിരുന്നത്. നമുക്ക് മീഷോയിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് ഭയങ്കര വില കുറവിന് അവൈലബിൾ ആണ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഈ സെയിം പ്രോഡക്റ്റ് തന്നെ കിട്ടാനുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിചയക്കാർക്ക് ഒരു സഹായം എന്ന് മാത്രം. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരുപാട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി എന്നെ പകുതിക്ക് വെച്ച് കാണാണ്ടായപ്പോൾ ഞാൻ ഇത് മേടിക്കാൻ പോയിക്കാണ് എന്നുള്ള കാര്യം ചേച്ചി അപ്പോഴാണ് അറിഞ്ഞ്. ഏറ്റവും ലാസ്റ്റ് അതും വെച്ച് താഴത്ത് വീണപ്പോൾ ഞാനൊക്കെ കൂടി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫ്രൈം പാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതും പുതിയതാ, അതിലിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ സന്തോഷത്തിൽ നമ്മളൊരു സിനിമ കണ്ടു കേട്ടോ. അപ്പൊ ഏതാ സിനിമ എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? സൂ ഫ്രം സോ, ചിരിക്കാനുള്ള ഒരു സാധാരണ മൂവി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. മുടി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞോളൂ. സ്നേഹപൂർവ്വം ശ്രീജ.